പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 24. ആ കുട്ടിയുടെ കാര്യം അങ്ങക്ക് കഷ്ടമാണ് അനിതേ. രാമൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവളെ നേരിട്ട് കണ്ടപ്പോൾ തനിക്കെതിരായി സോപാനപ്പടിയിൽ ചാരിയിരിക്കുന്ന ഭാര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ സങ്കടത്തോടെ ഉമ്മറക്കോലായിലെ ചാരുകസേരയിലേക്ക് ചാഞ്ഞു കിടന്നു. ആ സംസാരം തുടരാനാവാതെ പുറത്തെ ഇരുട്ടിലേക്കും കണ്ണും നട്ടുകൊണ്ട് തൻ്റെ അമ്മയുടെ മടിയിലായി തല ചേർത്ത് വെച്ചുകൊണ്ട് സോപാനത്തിണ്ണയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന മുകുന്ദൻ്റെ കണ്ണുകൾ അത് കേട്ടൊന്ന് പിടഞ്ഞുവെങ്കിലും അവനതിനെ മനഃപൂർവ്വം അവഗണിക്കാൻ ശ്രമിച്ചു. കേട്ടിടത്തോളം നമുക്കിതിൽ എന്തു ചെയ്യാൻ പറ്റും ഉണ്ണിയേട്ടാ? പാവം കുട്ടി. അതിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. മടിയിൽ കിടക്കുന്ന മകൻ്റെ തലമുടിയിഴകളിൽ കൂടി കൈവിരലുകൾ നീക്കുമ്പോൾ പ്രിയയെ കരുതി അമ്മ മനസ്സും തേങ്ങിയിരുന്നു. മാധവി ഇത്രയ്ക്കും ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിനെ ഇല്ലാതാക്കാഞ്ഞത് ഭാഗ്യം. ശരീരം മുഴുവൻ ചതഞ്ഞു പറഞ്ഞ് കിടക്കുക ആ കുഞ്ഞിൻ്റെ. നമുക്കൊന്നും കണ്ടുകൊണ്ട് നിൽക്കുവാൻ പറ്റില്ല. അവരതിൻ്റെ അമ്മയല്ലേ. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയോ? രാമൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗ്യം. അയാൾക്ക് സങ്കടം അടക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ നീറിപ്പുകഞ്ഞും ഉണ്ണികൃഷ്ണൻ പതിയെ കൈവെള്ള കൊണ്ട് 2 കൺപോളകളും അമർത്തി തിരുമ്മി. അതിന് മറുപടിയായി ആരും ഒന്നും സംസാരിച്ചില്ല. പകരം അവർക്കിടയിൽ സങ്കടങ്ങൾ കൊണ്ടുള്ള മൗനങ്ങൾ നിറഞ്ഞു. മുകുന്ദ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അനിത മകൻ്റെ തോളിലൊന്ന് തട്ടി വിളിച്ചു. കണ്ണുകൾക്ക് മുകളിലായി മടക്കി വെച്ചിരിക്കുന്ന ഇടംകൈ മാറ്റിക്കൊണ്ട് അവൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. നീ എന്താ ഒന്നും മിണ്ടാത്തേ? അവരാദിയോടെ ചോദിച്ചു. കാരണം പ്രിയയുടെ വേദന അവരുടെ നെഞ്ചിനെ അത്രമേൽ ചുട്ടുപൊള്ളിച്ചിരുന്നു. തൻ്റെ മകനെ ഓർത്ത് നരകയാതന അനുഭവിക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ആദി അവരിലെ അമ്മയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഇതിപ്പോൾ ഞാനെന്ത് പറയാനാ അമ്മേ? ഒട്ടൊരു നെടുവീർപ്പോടുകൂടി അവൻ ഉത്തരം നൽകി. ശേഷം കൈകൾ 2 നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിവെച്ചുകൊണ്ട് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകൾ നട്ടു. നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണോ? ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർ ചോദിച്ചു പോയി. അമ്മ എന്തൊക്കെയായി ചോദിക്കുന്നതെന്ന് വല്ല ബോധവും ഉണ്ടോ? പൊടുന്നനെ ദേഷ്യത്തോടെ ചെക്കൻ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഒട്ടൊരു പിടപ്പോടെ. പ്രിയമോളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ആ കുഞ്ഞ് നിന്നെ പെറുതിയല്ലേ സ്വന്തം വീട്ടിൽ ഇതൊക്കെ സഹിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാ. അവർ പറഞ്ഞത് മുഴുവനാക്കിയില്ല. അതിനു മുൻപേ തന്നെ ഗൗരവത്തോടെയുള്ള മകൻ്റെ മുഖം അവരുടെ വായടപ്പിച്ചിരുന്നു. ആ ഓർക്കുമ്പോൾ? അങ്ങനെ ഓർക്കുന്നവരെയെല്ലാം വിവാഹം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ ആ പ്രിയയെ ഇഷ്ടപ്പെടേണ്ടത്? അവൻ ഈർഷ്യയോടെ തൂണിലേക്ക് ചാരിയിരുന്നു. നീ എന്താ മുകുന്ദ ഇങ്ങനെ? നിന്നെ അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഉള്ളതെല്ലാം വാങ്ങിക്കുട്ടിയെ? നിന്നെ മറക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നീ ആ സ്മിതയോട് സംസാരിച്ചെന്നും പറഞ്ഞ് അവളൊരു പ്രാന്തിയെപ്പോലെ മഞ്ചാടിക്കാട്ടി പോയി പാത്തിരുന്നത്? ഇതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം എങ്ങനാടാ നീ കണ്ടില്ലെന്ന് നടിക്കുന്നേ? ദോഷം കിട്ടും മോനെ. അനിതയ്ക്ക് അത് പറയാതിരിക്കാനായില്ല. അവർ വേവുന്ന ഹൃദയത്തോടെ മകൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അമ്മയ്ക്കിതൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെന്നാണോ തോന്നിയേ? ഒന്നുമല്ല. ചെറുക്കലെ ഹരിപ്രിയയ്ക്കേ എന്നോട് ഈ കാണുന്ന പ്രേമവും ഇഷ്ടവും ഒന്നുമില്ല. ആ കുട്ടിക്ക് വാശിയാ, വെറും വാശി. ഇഷ്ടപ്പെട്ട പാവയെ സ്വന്തമാക്കാൻ തോന്നുന്ന ഒരു കൗതുകം മാത്രമേ ഉള്ളൂ അതിനെന്നോട്. അതിലപ്പുറം ഒന്നുമില്ല. കുറേ നാൾ കഴിയുമ്പോഴേ അതില്ലാതെ ആവും. അപ്പോൾ അവൾ പോലും അറിയാതെ അവൾ എന്നെ മറന്നോളും. മുകുന്ദൻ കട്ടായം പറഞ്ഞു. അതൊക്കെ നിന്റെ തോന്നലാണ് മോനെ. ആ കുട്ടി നല്ലവളാണ്. ഒരാളെ വാശി പിടിച്ച് സ്വന്തമാക്കാനൊന്നും അവൾ വരില്ല. പ്രിയയെ സ്വന്തം മകൻ കുറ്റം ആരോപിച്ചത് ഇഷ്ടപ്പെടാതെ അനിത മുഖം ഒന്ന് ചൊളിച്ചു. വെറുതെ അമ്മേ. പണത്തിൻ്റെയും പത്രാസിൻ്റെയും നടുവിൽ വളർന്ന ഹരിപ്രിയയെ ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നാലും ആ കുട്ടിക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തുപോകാൻ ഒരിക്കലും പറ്റത്തില്ല. ആദ്യമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമായിരിക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവൾ തന്നെ എന്നോടത്തുള്ള ജീവിതം മടുത്തു പോകും. ആ വീട്ടിൽ രാമച്ചനും സന്ദീപ് അളിയനും അവളെ നോക്കുന്നത് പോലൊന്നും നോക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റുകയില്ലമ്മേ. മനസ്സിലുള്ള കാര്യം തുറന്നു പറയുമ്പോൾ അവൻ്റെ സംസാരത്തിൽ പതിവിലും കൂടുതൽ ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. മോനെ,
ആ കുഞ്ഞിനെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത്രയും നേരം അമ്മയുടെയും മകൻ്റെയും സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ നീരസത്തോടെ അപ്പോൾ മാത്രം വായ തുറന്നു. വിചാരിച്ചു വെച്ചതൊക്കെ സത്യമാണച്ചാ. ഞാനും പ്രിയയും ഒരിക്കലും ചേരാത്ത രണ്ട് ധ്രുവങ്ങളാണ്, ഒരിക്കലും കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റാത്ത ധ്രുവങ്ങൾ. അവൻ എന്തോ മനസ്സിൽ കണ്ടെന്ന പോലെ പതിയെ പറഞ്ഞു. നിന്റെ ചിന്തകളൊക്കെ തെറ്റാണെന്ന് തെളിയുന്ന ഒരു ദിവസം വന്നാലോ? മുകുന്ദൻ്റെ തൻ്റെ ഇടത്തോടെയുള്ള സംസാരം ആ അച്ഛനിൽ ആദ്യമായി ദേഷ്യം തോന്നിപ്പിച്ചു. അങ്ങനെ വരാൻ വഴിയില്ല. ആരോടോ ഉള്ള ദേഷ്യം തീർക്കുന്നത് പോലെ അവൻ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റിട്ട് മുണ്ടൊന്ന് അഴിച്ചു മുറുക്കി കെട്ടി. ഇനി ഇക്കാര്യം പാരും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട. വേറെ ആരെ കല്യാണം കഴിച്ചാലും ചിറക്കലെ ഹരിപ്രിയയെ കെട്ടാൻ ഞാൻ ഒരുക്കമല്ല. അവസാന വാക്ക് എന്നവണ്ണം പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്ന മകനെ കണ്ട് ആ ദമ്പതികൾ ഒട്ടൊരു സങ്കടത്തോടെ പരസ്പരം നോക്കി. എന്താ ഉണ്ണിയേട്ട ഇവൻ്റെ മനസ്സിൽ? അനിതയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അറിയില്ലടി, അവൻ്റെ ഇഷ്ടമല്ലേ അവൻ പറഞ്ഞേ. അതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമില്ല. അവൻ്റെ ജീവിതം അവൻ തന്നെ തിരഞ്ഞെടുക്കട്ടെ. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്നാ പഴമൊഴി. അത് പറയുമ്പോൾ ഉണ്ണികൃഷ്ണന് പ്രിയയെ ഓർത്തുള്ള വേവലാതി ആവോളം ഉണ്ടായിരുന്നു. നിരാശയോടെ ചാരുകസേരയിൽ ചാരിക്കിടക്കുന്ന ഭർത്താവിനെ ഒന്ന് സങ്കടത്തോടെ നോക്കിയിട്ട് അവരും അവിടെ നിന്ന് എഴുന്നേറ്റു. പുറത്ത് അധിക നേരം ഇരിക്കണ്ട, തണുപ്പുണ്ട്. അയാളെ കരുതലോടെ ശാസിച്ചിട്ട് അനിതയും ഉള്ളിലേക്ക് നടന്നു. കണ്ടവന്മാരുടെയൊക്കെ മോളെ മരുമോളാക്കേണ്ട ഗതി ഈ ചെറുക്കലെ വീടിന് പറ്റിയില്ല. നീ ഒരുത്തി കാരണം സ്വന്തം കൂട്ടരുടെ മുന്നിൽ പോലും തല ഉയർത്തേക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. സ്വന്തക്കാർ പോലും കൂട്ടത്തിൽ കൂട്ടുന്നില്ല. നിന്റെ ഒരു നശിച്ച പ്രേമം കാരണം മനുഷ്യന് നാട്ടിലുള്ള വില കൂടെ പോയി. ഈ വീട്ടിലുള്ള പെങ്കൊച്ചിനെയെങ്കിലും ഞങ്ങളുടെ കൂട്ടരെ കൊണ്ട് കെട്ടിക്കണമെന്നുണ്ട്. നിന്റെ വീട്ടുകാർ കാരണം അതും മുടങ്ങോ എന്തോ. അസ്ത്രീകരം. അതേസമയം മാധവിയുടെ പല പ്രാവശ്യമുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കുത്തലുകൾ കേട്ട് കണ്ണീർ വാർക്കുന്ന ചേച്ചിയുടെ മുഖമായിരുന്നു ഉറങ്ങാൻ കിടന്ന മുകുന്ദൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത്. എല്ലാവരും മറക്കാൻ പറയുന്നു. മുകുന്ദേട്ടനെ എനിക്ക് മറക്കാനാവോ? ഏട്ടനെ മറന്നാൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നതിന് തുല്യല്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തേ? ഹരിപ്രിയയ്ക്ക് മുകുന്ദൻ എന്ന സ്വന്തം ആത്മാവാ. ശരീരത്തിന് ആത്മാവ് ഉപേക്ഷിച്ചാൽ ഇല്ലാതാവുക എന്നല്ലേ അർത്ഥം? അപ്പോൾ മുകുന്ദേട്ടനെ ഞാൻ മറന്നാൽ ഞാൻ ഇല്ലാതായിന്ന് നിശ്ചയം. എന്നിലെ കാട് കയറിയ ചിന്തകൾക്ക് ഒരറുതിയും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ നൂല് പൊട്ടിയ പട്ടം പോലെ പറന്നു നടന്നു. ഒരു വശത്ത് എൻ്റെ പ്രണയത്തെ നിർദാക്ഷിണ്യം വലിച്ചെറിഞ്ഞ എൻ്റെ മുകുന്ദേട്ടൻ, മറുവശത്ത് എൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് കണ്ട് നെഞ്ചു നീറി കഴിയുന്ന സ്വന്തം അച്ഛൻ്റെയും ഏട്ടൻ്റെയും പരിതാപകരമായ അവസ്ഥ. അതിലെല്ലാം ഉപരി എൻ്റെയും മുകുന്ദേട്ടൻ്റെയും പേര് പറഞ്ഞ് ഏട്ടത്തെയെ മാനസികമായി തളർത്തുന്ന സ്വന്തം അമ്മ. എല്ലാവർക്കും ഒന്നെങ്കിൽ മറ്റൊരു കാരണമാണ്, ഒരേ ഒരു ആവശ്യവും, ഞാൻ മുകുന്ദേട്ടനെ മറക്കുക എന്നത്. എനിക്കേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. മറക്കുന്നതായിട്ട് അഭിനയിക്കാൻ മാത്രമല്ലേ കഴിയൂ. മനസ്സിലാവാത്തത് എന്നോർത്ത് ഞാൻ വളരെയധികം ദുഃഖിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ അഭിനയിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ഒരു രാത്രി മുഴുവനും ഞാൻ എടുത്ത തീരുമാനം, ഉള്ളിൽ സങ്കടം ഒളിപ്പിച്ചുകൊണ്ട് മുഖത്ത് ചിരി പടർത്തുക. അച്ഛന് വേണ്ടി, ഏട്ടന് വേണ്ടി, ഏട്ടത്തിക്ക് വേണ്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ഹരിപ്രിയ ഇന്നു മുതലൊരു നല്ല കോമാളിയായിരിക്കും, നല്ലൊരു ജോക്കർ. എല്ലാവരും സന്തോഷിക്കട്ടെ, അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ. ഏറ്റവും കൂടുതൽ മൂന്നേട്ടനായിരിക്കും സന്തോഷിക്കുക. എന്നിൽ അപ്പോൾ വിരുന്നിനെത്തിയ പുച്ഛച്ചിരിയെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ ഞാൻ കൂടെ കൂട്ടി. കാരണം ഇനി മുന്നോട്ടേക്ക് ഹരിപ്രിയയ്ക്ക് സ്വയം പുച്ഛിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഫോണിലുള്ള അലാറം അടിച്ചപ്പോഴാണ് സമയം 7 മണി കഴിഞ്ഞ കാര്യം ഞാൻ തന്നെ ഓർത്തത്. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? അറിഞ്ഞതേയില്ല. രാത്രി മുഴുവൻ മുകുന്ദേട്ടനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നവൾക്ക് എങ്ങനെ ഉറക്കം വരാനാണ്? അല്ലെങ്കിൽ തന്നെ രാവിരുളുന്നത് നേരം വെളുക്കുന്ന ഒന്നും ഇനി എന്നെ അലട്ടില്ല. പതിയെ എഴുന്നേറ്റ് ഉടുത്തു മാറുവാനുള്ള തുണിയെ എടുത്തുകൊണ്ട് ഞാൻ പതിയെ കുളിമുറിയിലേക്ക് കയറി. കോളേജിൽ പോകണം. വീട്ടിൽ ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരുന്ന് എനിക്ക് വട്ട് പിടിക്കും. അതുകൊണ്ട് വേഗം തന്നെ കുളിച്ച് ഒരുങ്ങി ഭാഗമായി താഴേക്ക് പടികളിറങ്ങി. എന്നെ പ്രതീക്ഷിക്കാതെ ഇരുന്നതിനാലാവാം അവിടെ ഇരുന്ന അച്ഛനും ചേട്ടനും പൊടുന്നനെ അത്ഭുതത്തോടെ എന്നെ നോക്കിയത്.
വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഞാനും അവർക്കൊപ്പം ചെന്നിരുന്നു. നീ കോളേജിലേക്കാണോ? ഏട്ടൻ എന്നെ നോക്കി വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം നൽകി. ഇന്ന് തന്നെ പോണോ പ്രിയേ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ? എന്നെ അവിടെ കണ്ടതുകൊണ്ട് അങ്ങോട്ടെത്തിയ ഏട്ടത്തിയാണ് എൻ്റെ ക്ഷീണവും അവശതയും കണ്ടുള്ള ചോദ്യം. പോണോ ഏട്ടത്തി? ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. വീണ്ടും എന്നിൽ പുച്ഛിച്ചിരി സ്ഥാനം പിടിച്ചു. അതല്ല മോളെ, ഇതൊക്കെ എല്ലാവരും കണ്ടാൽ. എൻ്റെ മുഖത്തും കഴുത്തിലും ഒക്കെയുള്ള പാടുകളിലേക്ക് ദീപേട്ടത്തിയുടെ കണ്ണുകൾ ഓടി നടക്കുന്നത് ഞാൻ അറിഞ്ഞു. അതൊന്നും സാരയില്ല. ഏട്ടത്തി എനിക്കൊരു കോഫി കൊണ്ട് തരാവോ? അവരുടെ ആശങ്കയ്ക്ക് തടയിട്ടുകൊണ്ട് മടിയിലിരിക്കുന്ന ബാഗിൻ്റെ സിപ്പ് വലിച്ചു അടച്ചും തുറന്നു ഇരുന്ന് ഞാൻ. ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്കെൻ്റെ നിയന്ത്രണം ചിലപ്പോൾ നഷ്ടമായേക്കും. എന്തോ എന്നെ സങ്കടത്തോടെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് ദീപേട്ടത്തി അടുക്കളയിലേക്ക് കയറി പോകുന്നത് കണ്ടു. ദേഹത്തിന് വേദനയില്ലേ കുഞ്ഞി? അടുത്തിരിക്കുന്ന ഏട്ടൻ്റെ മുഖം വല്ലാതെ ആവുന്നത് കണ്ടതും ഞാനൊരു മങ്ങിയ ചിരി ചിരിച്ചു. കുറഞ്ഞ ഏട്ടാ. ശരീരം നുറുങ്ങുന്ന വേദന ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് പറയാൻ തോന്നിയത്. കൈയും കാലും ഒക്കെ പലയിടത്തും നീര് വെച്ചാണ് ഇരിക്കുന്നത്. ദേഹത്ത് മുഴുവനും നീല നിറത്തിൽ ചതഞ്ഞു പറഞ്ഞ് കിടക്കുന്നത് കുളിക്കാൻ കയറിയപ്പോൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അടി വെച്ച് നടക്കാൻ പോലും എന്നെക്കൊണ്ടിപ്പോൾ സാധിക്കുന്നില്ല. പക്ഷെ മുകുന്ദേട്ടന് വേണ്ടി അനുഭവിക്കുന്ന ഈ അസഹ്യമായ വേദനയെ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സുഖമാണ്. സിരകളെ പോലും മതിപ്പിക്കുന്ന സുഖം. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇതൊരു സാഡ് എൻഡിങ് സ്റ്റോറി അല്ല കേട്ടോ.